തിരുവോണത്തിന്റെ പിറ്റേ ദിവസം നമ്മൾ സന്ധ്യയായിപ്പതേ ബീച്ച് ഡാം വരെ പോവാണ് കേട്ടോ. കൊട്ടവഞ്ചി സവാരി ഉണ്ട് അവിടെ. അപ്പൊ അതിൽ കയറണമെന്ന് ശ്രീചേട്ടന് ഒരേ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു അത് 5 മണി വരെ ഉള്ളൂ. അപ്പൊ ശ്രീചേട്ടൻ പറയാം അല്ല അതിന് സമയം കൂടുതലുണ്ട്, ഓണൊക്കെ അല്ലേ എന്ന്. അങ്ങനെ ആ ബീച്ച് ഡാം എത്തിയിട്ട് അച്ഛനും മോളും കൂടി വേഗം ഓടുന്നുണ്ട് കൊട്ടവഞ്ചിയുടെ അടുത്തേക്ക്. അപ്പൊ അവിടെ ഡാമൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തല്ലെങ്കിലും കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച് ഡാം. അങ്ങനെ ആ കൊട്ടവഞ്ചി സവാരി ഉള്ള അടുത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അതിന്റെ സമയം കഴിഞ്ഞു എന്ന്. ശ്രീചേട്ടനോട് ഞാൻ പറഞ്ഞതായിരുന്നു സമയം 5 മണി വരെ ഉള്ളൂ എന്ന് കേട്ടോ. കാരണം നമ്മൾ എത്തുമ്പോൾ 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബുക്കിംഗും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കുറെ കാട്ടുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പാറമോള് അതിലൊക്കെ ഞണ്ടി കളിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കാട് പ്രദേശമാണ്. ഇവിടെ നിന്ന് നമുക്ക് കുരങ്ങൻ്റെയും ഒക്കെ ബഹളം കേൾക്കാം. അതിൻ്റെ ഇടയിൽ ഇതേ അച്ഛനും മോളും കൂടി ഇവിടെ ഓട്ട മത്സരമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇതേ കുരങ്ങനെ കണ്ടത് കേട്ടോ. അവിടെ കുരങ്ങന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ട്. ബീച്ച് ഡാമിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടാവും. അതിൽ കൂടെ പോകുമ്പോഴാണ് കൊട്ടവഞ്ചിയുടെ അവിടെ എത്തുക കേട്ടോ. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു. ഞാൻ മൂക്കുപൊത്തി പോകുന്നത് ഇവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ. അത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പിന്നെ അവിടെ ഓണായതുകൊണ്ടാണോന്ന് അറിയില്ല, ഇതുപോലെ കുറെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ പാറുമോളെ ഇതിൽ കയറ്റി കേട്ടോ. പാറുമോൾക്ക് പിന്നെ സന്തോഷമായി. കുറേ നേരം പാറു അതിൽ കളിച്ചു കേട്ടോ. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു, അതിൽ കയറണമെന്ന് പറഞ്ഞു. പിന്നെ അതിലൊന്നും കയറ്റാനായിട്ട് നിന്നില്ല. ഇതിലും പിന്നെ വേറൊരു സംഭവത്തിലാണ് കയറിയത്. അപ്പോൾ പാറുവിനെ ഇതിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാനായിട്ട് നിന്നു. അതാണ് പാറു അവിടെ നിന്ന് ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോന്നു.